റിപ്പോർട്ട് ബ്രേക്കിംഗ് നൗ. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കൂടി ചെയ്യണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവിനെതിരെ BLOമാർ. ഇരട്ടി ജോലി ഭാരമാണെന്നും മറ്റു ഡ്യൂട്ടി നൽകരുതെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവുണ്ടെന്നും BLOമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ജില്ലയിൽ ഉദ്യോഗസ്ഥർ കുറവായതിനാലാണ് BLOമാർക്ക് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി നൽകിയതെന്നാണ് കളക്ടറുടെ വിശദീകരണം. നമ്മളിപ്പോൾ തന്നെ ഈ BLOമാർ SIR പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും പങ്കെടുക്കുമ്പോൾ നമുക്ക് അധിക മാനസിക സമ്മർദ്ദവും മറ്റ് പ്രയാസങ്ങളും ഒത്തിരിയുണ്ട്. അതിലൂടെ തന്നെ ലേഡീസ് ഉൾപ്പെടെയുള്ള കുഞ്ഞുങ്ങളുൾപ്പെടെ അവർക്കും ഇത് രണ്ട് ബാധ്യത ഏറ്റെടുക്കേണ്ടി വരും. 9-ാം തീയതി ഡ്യൂട്ടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ 8-ാം തീയതി രാവിലെ 8:30 ആകുമ്പോൾ നമ്മൾ ഈ കളക്ഷൻ സെൻറ്ററിൽ എത്തണം. പോളിംഗ് സ്റ്റേഷനിൽ ചെന്ന് അന്ന് അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം തിരിച്ച് നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ച ശേഷം നമ്മൾ അവിടുന്ന് മടങ്ങുമ്പോൾ തന്നെ ഒരു 10 മണിയോളമാവും. പിറ്റേ ദിവസം 2 ദിവസം മാത്രമേ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുള്ളൂ. ആ 2 ദിവസം കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ 100-150 ഫോമുകളും നിമിഷ നേരം കൊണ്ട് ഈ ആപ്പിനകത്തോട്ട് കയറ്റിവിടാനൊന്നും നമ്മളെ സംബന്ധിച്ച് മനുഷ്യർക്ക് പറ്റും എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുന്നില്ല. നമുക്ക് ഈ 2 ദിവസം കൊണ്ട് നമ്മുടെ ഈ ജോലികൾ ചെയ്യാൻ പറ്റാതാവും. പകരം ആരെ എന്നുള്ളത് നമ്മുടെ മുന്നിൽ ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുക. പ്രവീൺ പുരുഷോത്തമനാണ് നമുക്കൊപ്പം ചേരുന്നത്. പ്രവീൺ പുരുഷോത്തമൻ, ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കൂടി ചെയ്യണമെന്ന് കളക്ടർ ഉത്തരവിടുമ്പോൾ അതിൽ മറ്റു ഡ്യൂട്ടികൾ വേണ്ട എന്നുള്ള ഉത്തരവ് അദ്ദേഹം അറിയാത്തത് കൊണ്ടാണോ? എന്താണ് ഇതിൽ സംഭവിക്കുന്നത്? സുജയ, പത്തനംതിട്ട ജില്ലയിലെ BLOമാരാണ് ഇത്തരത്തിലൊരു ആശങ്ക അറിയിച്ചിരിക്കുന്നത്. അവർ ഇന്നലെ തന്നെ പത്തനംതിട്ട ജില്ലാ കളക്ടറേറ്റിൽ എത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ തങ്ങളുടെ ആശങ്ക അറിയിച്ചിരുന്നു. അതായത് ഈ 2 ദിവസം തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി BLOമാരെ നിയോഗിക്കുമ്പോൾ തങ്ങൾക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി കൃത്യമായി പൂർത്തിയാക്കാൻ കഴിയില്ല എന്നാണ് BLOമാരുടെ ആശങ്ക പറഞ്ഞിരിക്കുന്നത്. അതേസമയം പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ അറിയിച്ചിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ BLOമാരുടെ അവർക്ക് നിയോഗിച്ചിരിക്കുന്ന ഡ്യൂട്ടി 90% പൂർത്തിയായി കഴിഞ്ഞു. അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി ഉദ്യോഗസ്ഥരുടെ കുറവ് പത്തനംതിട്ട ജില്ലയിലുണ്ട്. അതുകൊണ്ടാണ് BLOമാരെ കൂടി അഡീഷണലായി ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നതെന്നാണ് പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ വിശദീകരണം. അതേസമയം തന്നെ ഇന്നലെ തന്നെ നമുക്കറിയാം കേരളം കേന്ദ്രത്തോട് ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ BLOമാരുടെ ഡ്യൂട്ടി അവരുടെ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കേണ്ട ആ ഒരു സമയം നീട്ടി നൽകണമെന്നൊരു അഭ്യർത്ഥന കൂടി വെച്ചിട്ടുണ്ട്. അതിനർത്ഥം ഇനിയും അവരുടെ ജോലി ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നിരവധി വീടുകളിൽ കയറുകയും വിശദാംശങ്ങൾ ശേഖരിക്കുകയും അതൊക്കെ ആപ്പ് വഴി അപ്ലോഡ് ചെയ്യുകയും ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അത് ഇനിയും പത്തനംതിട്ട ജില്ലയിൽ മാത്രം നമുക്ക് അറിയാൻ കഴിയുന്നത് ഇനിയും കൂടുതൽ ജോലികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് BLOമാരെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി 8-9 തീയതികളിൽ നിയോഗിച്ചിരിക്കുന്നത്. അത് തങ്ങൾക്ക് അധിക ജോലി ഭാരമാണെന്നാണ് BLOമാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിൽ കൃത്യമായും പറയുന്നുണ്ട് BLOമാർക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ചിട്ടുള്ള ആ ഡ്യൂട്ടി തന്നെയാണ് ചെയ്യേണ്ടത്. അതിനിടയിൽ മറ്റ് ഡ്യൂട്ടി അവരെ ഏൽപ്പിക്കരുത്. അങ്ങനെ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ കൃത്യതയിൽ പാളിച്ചകൾ പറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും BLOമാരെ അവർക്ക് നിയോഗിച്ചിരിക്കുന്ന ആ ഡ്യൂട്ടി മാത്രമേ ചെയ്യിപ്പിക്കാവൂ എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവുണ്ട്. അത് ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ 2 ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി തങ്ങളെ നിയോഗിച്ചിരിക്കുന്നതെന്നാണ് പ്രധാനമായും BLOമാർ പറയുന്നത്. അതേസമയം തന്നെ പത്തനംതിട്ട ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ കുറവ് ഉള്ളതുകൊണ്ടാണ് അഡീഷണലായി BLOമാരെ കൂടി തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഈ 2 ദിവസങ്ങളിൽ നിയോഗിച്ചിരിക്കുന്നത് എന്നുമാണ്. സുജയ. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.